ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു അൺബോക്സിങ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് വലിയൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്യാമല്ലേ, സോറി. അപ്പോൾ ഇത് ക്യാമറയിൽ കാണൂല, ഉറപ്പാണ്. അപ്പോൾ ഇന്ന് കണ്ടോ, സാംസങ്ങിൻ്റെ ഒരു 23 പോയിൻറ്റ് ഇത്ര കാണിക്കാൻ പറ്റുള്ളൂ. 23.6 ഇഞ്ചിൻ്റെ ഒരു മോണിറ്റർ, ഒരു കെർവ്ഡ് മോണിറ്ററാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ അൺബോക്സിങ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ചെറിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ചാനൽ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോയ്സിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യത്തെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ 23.6 ഇഞ്ച് കർവ്ഡ് മോണിറ്റർ. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചത്. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ 8,899 രൂപയാണ് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ്. അപ്പോൾ ഏകദേശം 8,900 രൂപയോളം വരും ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, സംഭവം ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് 23.6 ഇഞ്ചാണ്, 1080p മോണിറ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തേക്കാം. കർവ്ഡ് മോണിറ്റേഴ്സ് നമുക്ക് ഗെയിമിങ്ങിന് അത്യാവശ്യം കൊള്ളാം. ഓക്കെ, അപ്പോൾ ഗെയിമിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം ബെറ്ററാണ്, എഡിറ്റിങ്ങിനും അങ്ങനെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മോണിറ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് പെട്ടി തുറന്നിട്ടുണ്ട്. പെട്ടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ അഡാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 25 വാട്ട്സ് അഡാപ്റ്ററാണ്. ഓക്കെ, കറക്റ്റായിട്ടൊന്ന് കാണിച്ചാൽ കണ്ടോ, 25 വാട്ട്സിൻ്റെ അഡാപ്റ്ററാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻബിൽറ്റ് പവർ സപ്ലൈ ഇല്ല. ഓക്കെ, പിന്നെ ഇതിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനൊക്കെയാണ്. അതിൽ VJ കേബിളും പിന്നെ ഇതിലോട്ട് കൊടുക്കുന്ന ഒരു പവറും കേബിളും ഉണ്ട്. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ്, അടിഭാഗത്ത് വെക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്റ്റാൻഡിൻ്റെ കൂടെ മോണിറ്ററിലോട്ട് ഫിക്സ് ചെയ്യാനുള്ളൊരു സംഭവം കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്ററിലോട്ട് ഫിക്സ് ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു പാക്കിങ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ മോണിറ്റർ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നല്ല ഒരു ഇതിലൊക്കെയാണ് വരുന്നത്, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ 23.6 ഇഞ്ച് കർവ്ഡ് മോണിറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് മോണിറ്റർ ഒന്ന് പാക്കിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്ററിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് കർവ്ഡ് മോണിറ്ററാണ്, നിങ്ങൾക്ക് കാണാം. ആ ഒരു കാഴ്ചയിൽ തന്നെ ഉണ്ടോ, ഒരു വളർന്ന രീതിയിലാണ് നമ്മുടെ മോണിറ്റർ ഇരിക്കുന്നത്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ബ്ലാക്ക് കളറാണ് മോണിറ്റർ. പിന്നെ ഇനി നമുക്ക് നമ്മുടെ മോണിറ്റർ നമ്മുടെ സ്റ്റാൻഡിലോട്ട് പെട്ടെന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പണി നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മോണിറ്ററിൻ്റെ ഫൈനൽ വ്യൂ എങ്ങനെ ഉണ്ട് നോക്കാം. പിന്നെ ഇനി ഇതിൽ കിട്ടുന്ന കണക്ടിവിറ്റി പോർട്സ് എന്ന് പറയുന്നത് ഒരു HDMI, പിന്നെ ഒരു VGA, പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ ഒരു 40 വോൾട്ട് സപ്ലൈ, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മോണിറ്ററിൻ്റെ ഒരു ഓൺ ആക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ,
ഇതാണ് നമ്മുടെ മോണിറ്ററിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പാക്കിങ്ങിൽ നമുക്ക് VJ കേബിളാണ് കിട്ടുന്നത്. പിന്നെ അതിന് കൊടുക്കാനുള്ള ഒരു പ്ലഗും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മോണിറ്റർ ഒന്ന് ടേൺ ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് അടിഭാഗത്തായിട്ട് ഇത് അറിയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഇത് 25 വാട്ട് അഡാപ്റ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് ഗെയിമിങ്ങിന് കൊള്ളാവോ, ഈ ഒരു മോണിറ്റർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു കേർവ്ഡ് മോണിറ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഒരു ഗെയിമിങ്ങിന് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മൂവീസ് വാച്ച് ചെയ്യാനൊക്കെ നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഒരു ഫുൾ HD LED മോണിറ്ററാണ്. അപ്പോൾ 23.6 ഇഞ്ച്. ബട്ട് ഇത് ഫ്ലിപ്കാർട്ടിൽ കാണുമ്പോൾ കുറച്ച് ചെറിയ മോണിറ്റർ പോലെ തോന്നുന്നു. ബട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഇതിൻ്റെ ഒരു എത്രത്തോളം ഉണ്ട് ഈ മോണിറ്റർ എന്ന കാര്യം മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് ബെസൽലെസ് അല്ല, ബെസലൊക്കെ ഉണ്ട് മോണിറ്റർ. ഓക്കെ, നിങ്ങൾക്ക് ഇനി ബെസൽലെസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് HP-യുടെ ഏതൊരു മോഡൽ മോണിറ്റർ ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുപോലെ LG, ബട്ട് കേർവ്ഡ് ഒന്നുമല്ല. കേർവ്ഡ് മോണിറ്റർ നിങ്ങൾക്ക് ഈ ഒരു 8,900 രൂപയ്ക്ക് ഈ ഒരു മോണിറ്റർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതും സാംസങ് എന്ന ബ്രാൻഡിൻ്റേത്. അപ്പോൾ ഗെയിമിങ്ങിന് അത്യാവശ്യം കൊള്ളാം. നിങ്ങൾക്ക് നല്ലൊരു ഗ്രാഫിക് കാർഡ് കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാം. അപ്പോൾ അത് വേറെ ഒരു പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് റേഡിയോൺ Vega 3 ഗ്രാഫിക്സ് ആണ്, അതായത് വേറെ ഗ്രാഫിക് കാർഡൊന്നും യൂസ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ വേണ്ടോ, അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക മോണിറ്റർ എങ്ങനെ ഉണ്ടെന്നുള്ള ഗെയിമിങ്ങിനൊക്കെ. ഓക്കെ, മോണിറ്റർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കറക്റ്റ് കേർവ്ഡാണ്, എനിക്ക് കാണിക്കാൻ പറ്റില്ല മര്യാദക്ക് കേർവ്ഡാണോ എന്നുള്ള കാര്യം. അപ്പോൾ കണ്ടോ, നല്ലൊരു കേർവ്ഡായിട്ടുള്ള ഒരു ഇതിലാണ് മോണിറ്റർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ മോണിറ്റർ കണ്ടോ 25 വാട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഇത് കിട്ടുന്നത്. പിന്നെ 40 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു HDMI ആണ് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യത്തെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, നേരത്തെ പറഞ്ഞു. ഓക്കെ, പിന്നെ ഫ്ലിപ്കാർട്ട് ലിങ്കാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8,900 രൂപയാണ്. ഈ ഒരു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ബാക്കിലുള്ളതാണ് മോണിറ്റർ. ഓക്കെ, അപ്പോൾ ഫിക്സ് ചെയ്ത് പിന്നെ അതിനാണ് വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്, ഔട്ട്രോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യത്തെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലിങ്ക് താഴെ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്, ആവശ്യമാണെങ്കിൽ എല്ലാവരും കയറി നോക്കുക. ഓക്കെ, പിന്നെ ഇനി അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.